എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല സന. എനിക്ക് ഇവിടെ ഉണ്ടായേക്കണത് ആകെ നീ മാത്രമാണ്. ഇപ്പൊ നീയും കൂടി ഇല്ല എന്ന് പറയുമ്പോ ഹാൻഡിൽ ചെയ്തോളും, ഞാൻ ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ കുറെ നാളായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടായി സനാട്ടാ. പക്ഷെ നീ എങ്ങനെ എടുക്കൂന്നുള്ള ഇതില് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ് സന, നല്ല രീതിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പൊ ഇങ്ങനെ ഞാൻ എങ്ങനെ ഇരിക്കൂന്ന് എനിക്ക് അറിയില്ല. നീ ഇപ്പൊ ഈ പോണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാനും പറ്റൂല സന. അത് പറഞ്ഞിതാക്കാൻ എനിക്ക് എന്തായാലും പോയിട്ട് വാ സന. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയാണ് എന്റെ ഡ്രീം. സിനിമയിൽ കയറണം, സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ നല്ല ഡ്രീം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ കിട്ടിയാൽ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നോർമൽ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിലേക്ക് എത്തണത്. ഹാഷിർ അവരൊക്കെ ഇപ്പൊ ഭയങ്കര പീക്കിൽ നിൽക്കണേണ്. നല്ല സ്ട്രഗിൾ ഉണ്ടായിട്ടായിരിക്കും അവർ ഈ ഒരു പീക്കിലേക്ക് എത്തിയത്. അല്ലാണ്ട് ഒറ്റടിക്ക് ഭയങ്കര ഇതായിട്ട് കയറിയതായിരിക്കില്ല. പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോഴേ ആൾക്കാർ നമ്മുടെ പുറകെയിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വരുള്ളൂ. അതുവരെ നമ്മൾ ആൾക്കാരെ ഹെയ്റ്റ് ചെയ്ത് ഇനി എന്താ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ അങ്ങനെ പലതും പറയും. തുടക്ക സമയത്ത് ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ കൂടുതലുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻ വരുമ്പോ എന്റെ കൂടുള്ള കൂട്ടുകാരന്മാരെന്നെ ഞാൻ അറിയാണ്ട് പുറകെ നിന്ന് കുത്തിയിട്ടൊക്കെ ഉണ്ട്. അതേ അവന്മാര് എടാ നിന്റെ റീലിൽ എനിക്കൊരു ചാൻസ് തരുമോ, ഞാൻ ഒന്ന് അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചവരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഈ നിരന്തരമായിട്ട് കോണ്ടന്റ് വീഡിയോസ് ചെയ്ത് എപ്പോഴെങ്കിലും നമ്മൾ വൈറലാവും അല്ലെങ്കിൽ ഇതുപോലെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും ട്രൈ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. സ്റ്റിൽ നിങ്ങളിപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കോണ്ടന്റ് ചെയ്ത് ഈ പറയണ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ലെവലിലേക്ക് എത്തി. സോ എന്ത് തോന്നുന്നു ഇപ്പൊ? ഇസാൻ തന്നെ തുടങ്ങിക്കോളൂ. ഒരു പ്രൗഡ് മൊമെന്റ് ആണ് സത്യം പറഞ്ഞ. ഞാൻ കുറെ കഴിഞ്ഞ് ഇങ്ങനത്തേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവുന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പെട്ടെന്ന് സംഭവിച്ചത്, അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ആളുകൾ കാത്തിരിക്കുകയാണ് ഇസാനെ കുറിച്ച് അറിയാൻ വേണ്ടി. നിങ്ങൾ ആരാ എന്താന്നറിയാൻ കുറെ കമന്റ്സ് വരുന്നുണ്ടല്ലോ. സന പറയൂ, എന്ത് തോന്നുന്നു? എന്നെ ഇസാൻ വിളിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസിൽ വന്നത്. എനിക്കിപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റണെങ്കിൽ അത് ഇസാൻ കാരണമാണ്. ഞാൻ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷെ ഇങ്ങനെയൊന്നും ആവൂന്ന് വിചാരിച്ചിട്ടില്ല. അത് നിങ്ങളുടെ എപ്പോഴും ആളുകളായിട്ട് കണക്റ്റഡ് ആവുന്ന വീഡിയോസാ. അതായത് ഇപ്പൊ നമുക്ക് എന്ത് വീഡിയോസ് ഇട്ടാലും ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യണേ. അത് ആരുടെ ഐഡിയ? ഇസാൻ തന്നെയാണ് ഇതിന് മുഴുവൻ കോണ്ടന്റ് ക്രിയേഷനും ഐഡിയാസ്? ആക്ച്വലി ശരിക്കും നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ കുറെ ഇൻസ്പിറേഷൻസ് കിട്ടിയിട്ടുണ്ട്, പല ലാംഗ്വേജസിന്റെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം ഓൾമോസ്റ്റ് ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. പിന്നെ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, അതായത് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ ഒന്ന് ചെയ്ത് നോക്കോ എന്നുള്ളൊരു സംഭവം. അപ്പൊ പിന്നെ ഉമ്മ സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു, ഉമ്മ മോൻ തമ്മിലുള്ള ഒരു സംഭവം. അപ്പൊ ഒരു ടാണി മോനെ എന്നുള്ളൊരു സാധനം അത് കുറച്ച് ആൾക്കാരിലേക്ക് ഭയങ്കര ഒരു ഇതാണ് എത്തിച്ചേക്കണത്. അപ്പൊ പിന്നെ ആൾക്കാരുടെ ഇത് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് റിലേറ്റബിൾ ഇതിലേക്ക് ഈ ടാനി വ്ലോഗ്സ് എന്ന് പറഞ്ഞ പേര് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടോ എന്നിട്ട് ഞാൻ ടാനിക്ക് വേറെ അർത്ഥങ്ങൾ ഉണ്ടോ? ഇപ്പത്തെ പിള്ളേരെ കുറച്ച് വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും എന്താണ് ഈ ടാനി, എന്താണ് അതിന്റെ അർത്ഥം? സത്യം പറഞ്ഞ ചെറുതില് എന്നെ ഉമ്മ ടാണി അങ്ങനെ വിളിക്കുമായിരുന്നു, ടാണി മോനെ അങ്ങനെ. ആക്ച്വലി വീട്ടിൽ വിളിക്കുന്നത് ചാനു എന്നാണ്. അപ്പൊ ടാണി മോനെ ചാനു അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോ നോർമലി ഹസാൻ നൗഷാദിലല്ലാണ്ട് ഒരു വെറൈറ്റി ഇട്ടാലോ എന്ന് ആലോചിച്ച് ടാണി വ്ലോഗ്സ് എന്നിട്ട്. പക്ഷെ ഇപ്പൊ എന്റെ പേര് ഫുള്ള് ടാണി എന്നാണ് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുന്നത്. ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഈ ടാനി അമ്മ എന്തർത്ഥത്തിലാ വിളിച്ചാൽ? ഇന്ന് പോയൊന്ന് ചോദിക്കാം, ശരിക്കും വേറെ എന്താ അർത്ഥങ്ങളുണ്ടോ? ശരിക്കും ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ് സീരീസ് കോണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബ് വ്ലോഗ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മെയിൻ ഡ്രീം എന്ന് പറയുന്നത് സിനിമയായിരിക്കും. നിങ്ങളും സിനിമ ആഗ്രഹിച്ച് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതാണോ അതോ ഒരു പാഷൻ ചുമ്മാ ഒരു ടൈം പാസിനായിട്ട് സൈഡായിട്ട് തുടങ്ങിയതാണോ? എന്താണ് ഇതിന്റെ റീസൺ? ഇസാനിക്ക് മൂവി ഭയങ്കര ക്രേസ് ആണ്. ഞങ്ങൾ പരിചയപ്പെടുമ്പോ തൊട്ടേ ഇസാൻ പറയും മൂവിക്ക് ഭയങ്കര അഭിനയിക്കണം. ഞാൻ വെറുതെ തുടങ്ങിയതാണ് ഇങ്ങനെ റീലൊക്കെ ചെയ്യണം. പിന്നെ വേറെ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം
ഫെയിമുള്ള ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും. അങ്ങനെ ഹിസാനെ എനിക്കറിയാം, ഇങ്ങനെ മ്യൂച്വൽ ഉണ്ടായി. നിങ്ങള് നമ്മള് കൊച്ചിയിൽ തന്നെയാണ്. അങ്ങനെ മ്യൂച്വൽ കണക്ഷൻസില് പിന്നെ സന വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാം. പക്ഷെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യൂലായിരുന്നു, വീഡിയോയിലേക്ക് വരുമോ അങ്ങനെ ചോദിക്കൂലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ തന്നെ ചോദിച്ച് വീഡിയോയിൽ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആള് എന്നാ ഓക്കെ എന്നുള്ളൊരു, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയാണ് എന്റെ ഡ്രീം. സിനിമയിൽ കയറണം, സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ നല്ല ഡ്രീം ഉണ്ടായിരുന്നു. പിന്നെ 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതോടെ നിർത്തണ്ട, നമ്മളിനി അതിനുവേണ്ടി ട്രൈ ചെയ്യണമല്ലോ. അതിനുവേണ്ടി കുറച്ചൊരു അഭിനയിക്കണ ഒരു ടൈപ്പ് ഓഫ് റീൽസും ഞാൻ ഇടാറുണ്ട് ഇതിന്റെ കൂടെ തന്നെ. അപ്പൊ എന്തെങ്കിലൊക്കെ സിനിമയിൽ കിട്ടിയാൽ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷനിൽ ഒരുപാട് പേര് ഇപ്പൊ സിനിമയിൽ വരുന്നുണ്ടല്ലോ. അത് നല്ല ക്യാരക്ടേഴ്സ്, കാണുമ്പോഴാണ് ഒരു ഇൻസ്പിറേഷൻ, ഒരു ഇത് വരുന്നത്. അങ്ങനെ നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷനിൽ ചെയ്തതിൽ ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ശരിക്കും സിനിമയിൽ എത്തിപ്പെട്ട് സക്സസ് ആയവരില്? അത് തന്നെയാണ് മെയിൻ. നിങ്ങൾക്കൊരു പ്രതീക്ഷയും കൂടെയാണല്ലോ അത്. ഈ അഭിനയം നമുക്ക് ആ ഒരു ഇപ്പൊ നമ്മുടെ രീതിയിൽ നമ്മുടെ സ്പേസിൽ വീഡിയോസ് ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു, നമ്മൾ അഭിനയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നു. ഇതിന് പുറമെ ഡയറക്ടേഴ്സിനോടും ഓഡീഷനിൽ പങ്കെടുക്കുക, ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ കുറെ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് ഹോം സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഒട്ടുമിക്ക ഓഡീഷൻസിലും പോയിട്ടുണ്ട്. പക്ഷെ ഹോമിന്റെ അന്ന് പോയപ്പോ എന്റെ അടുത്ത് ഹൈറ്റ് കുറവാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അതായത് അഭിനയിക്കാൻ ഒരു ചാൻസും കിട്ടിയില്ല. ഹൈറ്റ് കുറവാണ്, ഇപ്പൊ വേണ്ട, പിന്നീട് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്റെ കസിന്റെ ഫ്ലാറ്റിലാണ് ആഷിഖ് അബു സാറ് താമസിക്കുന്നത്. ഞാൻ പുള്ളിയുടെ വീട്ടിലും പോയി ചാൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ പഠിക്കേണ്ട പ്രായമാണ്, സിനിമയിൽ കയറേണ്ട പ്രായമല്ല, മോൻ പഠിക്ക്, അവസരം അതിന്റെ ഇതീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ വൺ ഡേ ഒരു വെള്ളിയാഴ്ച സിനിമയിൽ കയറും എന്നൊരു പ്രതീക്ഷ. ഓക്കെ, ഇതിപ്പോ ഒരു പാഷന്റെ പുറത്ത് രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രൊഫഷണലി നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? ഞാൻ BBA ഗ്രാജുവേറ്റ് ആണ്, റീസെന്റ് പാസ് ഔട്ട് ആയതാണ് SH കോളേജ് തേവരേന്ന്. അങ്ങനെ ഇവിടെ സെക്കൻഡ് ഇയർ MPSW പഠിക്കാൻ സെന്റ് ആൽബർട്ട്സ്. ഇതെങ്ങനെയാ നിങ്ങൾ ഈ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എങ്ങനെയാ, ഒരു മന്ത്ലി ആണോ വീക്ക്ലി ആണോ, എങ്ങനെയാ ഈ വീടിന് ടൈം കണ്ടെത്തുന്നത്? ഷൂട്ടിംഗ് പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാ? നമ്മൾ ആക്ച്വലി ഒരു വൈറൽ മാർക്കറ്റിംഗ് പോലെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഷോപ്പ് നമ്മൾ എടുത്തിട്ട് അവർക്ക് വൈറൽ ആയിട്ടുള്ള റീൽസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ഇതുപോലെ, അതായത് ഓർഗാനിക് വ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മള് മെറ്റാഡ്സ് ഒന്നും ചെയ്യില്ല. അപ്പൊ അതേമാതിരി ചെയ്തപ്പോ അങ്ങനെ സനാന അപ്രോച്ച് ചെയ്തു. അങ്ങനെ പിന്നെ സനാന തന്നെ കംപ്ലീറ്റ്ലി കൂടെ തന്നെ കൊണ്ടുപോവാ ആ ഒരു ഇതിലേക്ക് അങ്ങനെ ആക്കി, അങ്ങനെ സെറ്റ് ആക്കി. നിങ്ങളുടെ ഔട്ട്ഫിറ്റ് വർത്തിന്റെ ഒരു വീഡിയോ ഭയങ്കര ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് വർത്ത് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പറയോ? ഇക്സാൻ പറഞ്ഞോളൂ, ഇക്സാന്റെ സ്റ്റാർട്ട് ചെയ്തോ ഔട്ട്ഫിറ്റ് വർത്ത്? ഔട്ട്ഫിറ്റ് വർത്ത് എന്ന് പറയാനൊന്നുമില്ല, സത്യം പറയാ. ഇത് എനിക്ക് ഷൂസ്, പാന്റ്, ഷർട്ട് കൊളാബ് സ്വന്തമായിട്ട് എടുത്തതല്ല, ഓരോ പേജ് ഓഫർ ചെയ്ത് അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. എന്റെ ഉമ്മയെ ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പൊ ഈ ടോപ്പ് അങ്ങനത്തെ, എനിക്ക് ഈ ഷൂവും ഈ ചെരുപ്പാണെങ്കിലും ഗിഫ്റ്റ് കിട്ടിയ, ജീൻസും ഗിഫ്റ്റ് കിട്ടിയ. അപ്പൊ എനിക്ക് വെറുത്തറിയില്ല. ഇപ്പൊ ആളുകൾ പറയട്ടോ, ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ കൊളാബ് കിട്ടുമല്ലോ, അവരൊക്കെ ലക്കാണ് ലൈഫ്, പൊതുവെ ഇൻഫ്ലുവൻസേഴ്സ് കേൾക്കുന്ന ഒരു കാര്യം. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ശരിക്കും അങ്ങനെ ഭ്രാന്ത് പിടിക്കും അങ്ങനെ കേൾക്കുമ്പോ. ശരിക്കും അവരിന്റെയൊക്കെ വിചാരം നമ്മൾ ഭയങ്കര ടോപ്പ് ലെവലിലാണ്, ഭയങ്കര പൈസ ഉണ്ടാക്കണം എന്നൊക്കെയാണ്. ശരിക്കും അതൊന്നുമല്ല, നമ്മുടെ കഷ്ടപ്പാട് നമുക്കേ അറിയുള്ളൂ. പൈസ ഉണ്ടാക്കണൊക്കെ അതൊരു സൈഡിൽ കൂടെ അതങ്ങനെ പോകും. പക്ഷെ അതിന്റെ റീൽ ഉണ്ടാക്കണ, അതിന്റെ ഓഡിയൻസിന്റെ റിയാക്ഷൻ എങ്ങനെ, അതിന്റെയൊക്കെ സ്ട്രഗിൾ നമ്മൾ തന്നെയാണ് അനുഭവിക്കണത്. അത് ആൾക്കാരിലേക്ക് എങ്ങനെ കൺവിൻസ് ചെയ്ത് എത്തിപ്പിക്കണെന്നൊക്കെ നമുക്കേ അറിയുള്ളൂ. അതിന്റെ ടെൻഷൻ റീൽ ഔട്ട് ആകുമ്പോ ആൾക്കാർ ഇത് 2 മിനിറ്റ് വീഡിയോ എടുത്ത് ഇടണല്ലേ, അത് വിട്ടെന്ന് മില്ലണേ അങ്ങനെയൊക്കെ. പക്ഷെ എഡിറ്റിങ്, അതിന്റെ ഇത് അഭിനയിക്കണ്, കുറെ ടേക്ക്, പിന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, കുറെ ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ക്രിയേറ്റേഴ്സിന്റെ ലൈഫില് ശരിക്കും എന്താ സംഭവിക്കണേ? ഭയങ്കര ഈസി ഗോയിങ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുക. ശരിക്കും ഒരു എങ്ങനെയാ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ലൈഫ് എങ്ങനെയാ പോവാ? ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ശരിക്കും ഇപ്പൊ പൊതുവെ അറിയില്ല, ശരിക്കും സ്ട്രഗിൾ. ഇപ്പോ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നോർമൽ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിലേക്ക് എത്തണത്. ഇപ്പോ ഹാഷിർ അവരൊക്കെ ഇപ്പൊ ഭയങ്കര പീക്കിൽ നിൽക്കണേണ്. അവരുടെ ലൈഫിലും നല്ല സ്ട്രഗിൾ ഉണ്ടായിട്ടായിരിക്കും അവർ ഈ ഒരു പീക്കിലേക്ക് എത്തിയത്. അല്ലാണ്ട് ഒറ്റടിക്ക് ഭയങ്കര ഇതായിട്ട് കയറിയതായിരിക്കില്ല. പക്ഷെ ആ സ്ട്രഗിൾ ആൾക്കാർ കാണില്ല.
ചിലപ്പോ ഒരു 2 വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും ഇത് അയ്യേ ഇതെന്താണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇറക്കണമെന്ന്. പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോഴേ ആൾക്കാർ നമ്മുടെ പുറകെയിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വരുള്ളൂ. അതുവരെ നമ്മളെ ആൾക്കാർ ഹെയ്റ്റ് ചെയ്ത് നീ എന്താ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ അങ്ങനെ പലതും പറയും. നമ്മളൊരു സ്ഥലത്ത് കോണ്ടന്റ് ഒക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിട്ട് എത്തുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ ഇവൻ ചെയ്തതിൽ കാര്യം ഉണ്ടായിന്ന്. ഈ രണ്ട് സ്റ്റേജും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആദ്യം നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ തുടക്ക സമയത്ത് ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ കൂടെ ഉള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻ വരും. എന്നാൽ കുറച്ച് വൈറലായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രണ്ട് ആണ് കേട്ടോ എന്ന് പറയുന്ന 2 സ്റ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ കൂടുള്ള കൂട്ടുകാരന്മാർ തന്നെ ഞാൻ അറിയാണ്ട് പുറകെ നിന്ന് കുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇവൻ എന്താണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യണ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട്. അതേ അവന്മാര് ഇപ്പൊ ഈ 20K ഫോളോവേഴ്സ് എനിക്ക് ഭയങ്കര കാര്യമാണ്. ഈ ഒരു 3 മാസത്തില് 20K ഫോളോവേഴ്സ് ആയപ്പോ എടാ നിന്റെ റീലിൽ എനിക്കൊരു ചാൻസ് തരുമോ, ഞാൻ ഒന്ന് അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതുണ്ട്. ആദ്യം കളിയാക്കിയവർ തന്നെ ഇപ്പൊ എന്റെ പുറകേല് അറ്റ്ലീസ്റ്റ് വരണുണ്ടെന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ വഴിയാണ് ഇങ്ങനെ ചെയ്യണം. ഫസ്റ്റ് റീൽ ഇടുമ്പോ ഇങ്ങനെ സപ്പോർട്ടില്ലായിരുന്നു ആരും. അപ്പൊ എനിക്കിനി ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ കാണുമ്പോ മേക്കപ്പ് ട്രാൻസിഷൻ അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാറ്. ഇവൻ വന്നേ പിന്നെ ഇങ്ങനെ ആക്ട് ചെയ്യണ പോലത്തെ റീൽസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാരും ഇങ്ങനെ വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ച്. പിന്നെ ഞാന് ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. എന്റെ ഫാമിലി അല്ലല്ല, ഫാമിലിക്കാര് ഐ മീൻ മെമ്പേഴ്സ് വീട്ടില് ഉമ്മി വാപ്പി കസിൻസ് അവരൊക്കെ ഇങ്ങനെ എന്തിനാ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണ അങ്ങനത്തെ സീനൊക്കെ ഇറക്കുമായിരുന്നു. പക്ഷെ വീഡിയോ ഇങ്ങനെ ഓരോ കൊളാബൊക്കെ കിട്ടാൻ തുടങ്ങി. ബാർട്ടറാണ് ആദ്യം കിട്ടിക്കൊണ്ട്, പെയ്ഡ് ഒന്നും കിട്ടൂലായിരുന്നു. അങ്ങനെ ഇതായപ്പോ വീട്ടിലാണെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ആദ്യം ഒരു ഇതുണ്ടായി. പിന്നെ ഇസാൻ വന്ന് സംസാരിച്ച്. എനിക്കറിയില്ലായിരുന്നു സന അഭിനയിക്കും ആ ഒരു ഇത്. അപ്പൊ എനിക്ക് അതാണ് ഞാൻ ഇത്ര നാൾ അപ്രോച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ അഭിനയിക്കണ റീൽ ഇട്ടിട്ടില്ല. അതെ, ഫുൾ ട്രാൻസിഷൻ മനസ്സിലായി ഉള്ളിലൊരു ആക്ട്രസ് ഉണ്ട്. അതാണ് നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചോദിക്കാൻ രണ്ടുപേർക്കും നല്ല മടിയായിരുന്നു. ഞാൻ തന്നെ ജസ്റ്റ് അപ്രോച്ച് ചെയ്ത് തന്നെ ഇപ്പൊ സന ഭയങ്കര എന്നാ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. വീഡിയോ ഇവന്റൊപ്പം പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ട്രാൻസിഷൻ എടുക്കണ പോലെ അല്ലല്ലോ അഭിനയിക്കണത്. ആദ്യം എന്താ നിങ്ങൾ ഏത് വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്തത്? ഞാൻ കൾട്ടിവേഴ്സിന്റെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ കൾട്ടിവേഴ്സ്, പിന്നെ ഡെൻമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ നമ്മൾ പയ്യിടാൻ തുടങ്ങി. ഞാൻ സനാട്ട പറഞ്ഞ് ആൾക്കാർ പലതും പറയും, അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് വീഡിയോ എടുക്കാൻ വന്നാ മതി, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി ഉമ്മാനെയും പാപ്പാനെയും കൺവിൻസ് ചെയ്ത് വീട്ടുകാര് ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരാണ് മെയിൻ. അത് എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ വീട്ടുകാർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവണത് നാട്ടുകാർ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ എന്റെ കസിൻസ് ആയാലും ആരായാലും നാട്ടുകാരായാലും എന്താണ് ഇനി അടുത്ത MBA എടുക്കണല്ലേ, വീഡിയോ എടുത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയാ. വീട്ടുകാർക്ക് ഒരു ഹോപ്പ് ഉണ്ട് ഇവൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഇതിലെത്തുമെന്ന്. അതായത് ഇപ്പൊ വീഡിയോ ചെയ്തിട്ടാണെങ്കിലോ യൂട്യൂബ് ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അവർക്കാണ് അത്ര ഇത് MBA ഇവനെ കൊണ്ട് എടുപ്പിക്കണോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ എന്റെ വാപ്പയമ്മയും നല്ല സപ്പോർട്ടാണ്. നിന്റെ ഇഷ്ടമുള്ള എന്താണ് അത് നീ നല്ല രീതിക്ക് ചെയ്തു പോയാൽ മതി എന്നുള്ളത്. MBA നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ഇല്ലാന്നുണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷെ അവരെടുക്കണോന്ന് ഇപ്പോഴും പറയണുണ്ട്. നിന്റെ ഇതെന്താണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി, ഓവർ നിർബന്ധിപ്പിക്കണില്ല. എനിക്ക് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. എനിക്ക് പുറത്തുള്ള സപ്പോർട്ട് എനിക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്റെ വാപ്പയും അമ്മയും ഹാപ്പി ആയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ 2 ഇക്കാക്കന്മാരും ഉണ്ട്, 2 ബ്രദേഴ്സ് ഉണ്ട്. ആ 4 പേരും ഹാപ്പി ആയാൽ മതി. അവര് ഇതിനെക്കുറിച്ച് ഒരു മോശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര എഫക്റ്റ് ആവും. പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മൈൻഡ് ചെയ്യൂല. ഇവര് ഹാപ്പിയാണോ ഇത്രയും തന്നെ, അതാണ് എന്റെ ലൈഫ്. മൂത്ത ഇക്കാക്ക ആക്ച്വലി ആക്ടിങ് ആ ഒരു പാഷനിൽ നിന്നതാണ്. പിന്നെ റീസെന്റ് മാരീഡ് ആയി, ഇപ്പൊ ഫാമിലി ബിസിനസ് ആയിട്ട് തന്നെ അങ്ങനെ പോണ്. പറയാറുണ്ടോ എനിക്ക് പറ്റാത്തത് നിന്നിലൂടെ? ആളെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് പറഞ്ഞു എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ വന്ന് അഭിനയിച്ചോളാന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. ഉപ്പുമ്മയൊക്കെ വീഡിയോ കാണുമ്പോ എന്താ പറയാ, ഫാമിലി ആയാലും ഇത്ര കഴിവുണ്ടായിരുന്നു നിങ്ങൾക്ക്? അങ്ങനെയല്ല, ഇവര് അയ്യോ ഇതിന് നാട്ടുകാരിലേക്ക് എത്തുമ്പോ എങ്ങനെയായിരിക്കും, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓ ഇത് അടിപൊളി എന്നൊക്കെ ആയിരിക്കും. എനിക്ക് ആക്ച്വലി ആദ്യം ഞാനൊരു റീൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ ഉമ്മാനെ ചെന്ന് കാണിക്കും. ഉമ്മാടെ റിയാക്ഷൻ കാണുമ്പോ എനിക്ക് മനസ്സിലാവും ഇത് പോസ്റ്റ് ചെയ്യണ വേണ്ടെന്ന്. ലൈക്ക് ഉമ്മാന്റെ ഒരു നെഗറ്റീവ് ഒരു മുഖമാണെങ്കിൽ എനിക്ക് വേണ്ട, മനസ്സിലായി ഇത് പോസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ്. പക്ഷെ ഉമ്മാടെ അവിടെ ഒരു ചിരി വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഓക്കെ സക്സസ് ആണ്, ഇത് പോസ്റ്റ് ചെയ്യാന്നുള്ള ഇതില് അങ്ങനെ ഇതാക്കാം. അപ്പൊ അവർക്കും ഭയങ്കര ഇതാണ്, ഓ
കഴിവുണ്ട്, എന്തൊക്കെയോ ഇവൻ കാണിക്കണുണ്ട്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും രക്ഷപ്പെടും. അതെ ഉമ്മയും മകനായിട്ടുള്ള ചെയ്യുമ്പോഴേ ഉമ്മയിൽ നിന്ന് കുറെ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ടോ? ഒട്ടുമിക്ക കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പൊതുവെ നടക്കണ കാര്യങ്ങളാണ്. അപ്പൊ ഉമ്മ പറയും ഞാനൊക്കെ ഇത് എപ്പോഴാണ് നിന്റെ അടുത്ത് ചെയ്തേക്കണെന്നിട്ട് നീ വീഡിയോ ആക്കി ചെയ്യണേന്ന് പറയും. അങ്ങനെ ഒരു പൊതുവെ കിട്ടണ കുറെ ഇതുണ്ട്. ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ബ്രോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറയും. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഉമ്മാക്ക് ഓ അല്ലാ ഇത് ഞാനാണെന്ന് ഇനി നാട്ടുകാര് വിചാരിക്കല്ല എന്നുള്ളൊരു സംഭവം. അതെ ആ ഒരു ഇത്. നിങ്ങൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ഒരുമിച്ച് വീഡിയോ, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇസാൻ എങ്ങനെയാ ഭയങ്കര ദേഷ്യത്തില് തെറ്റിച്ച ദേഷ്യപ്പെടുത്തേയില്ല? ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ത് പറഞ്ഞു പഠിപ്പിച്ചോന്ന് ഉള്ളത് പറഞ്ഞു. ഇല്ല ആദ്യം എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കമ്പനി മുന്നേ ഇങ്ങനെ അറിയുമെങ്കിലും നമ്മ അത്ര ക്ലോസ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായി, ഞാൻ തെറ്റിച്ച ചീത്ത പറയോ പേടി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആദ്യത്തെ ടേക്കിലൊന്നും എന്റെ ശരിയാവൂലായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ അവൻ വിചാരിക്കണ്ടോ ഏത് സമയത്താണ്. പക്ഷെ സന പേടിക്കണ്ട, അഭിനയിച്ചാ മതി, നീ ആൾക്കാരെ നോക്കണ്ട, കൂളാവ്, ആ ഒരു ഇത് തന്നു. പിന്നെ ഞാൻ മനസ്സിലായി ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു സാധനം വേണ്ട. ഞാനിപ്പ എന്റെ രീതിയിൽ തന്നെ റിയൽ ആയിട്ട് അങ്ങോട്ട് നിന്ന് ഇതാക്കി. നമ്മളിപ്പോ ഡെൻമാർക്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ സ്റ്റാഫുകള്, കസ്റ്റമേഴ്സ് എല്ലാരും നോക്കി നിൽക്കും. ഞാൻ സനാന്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, അതായത് മറ്റുള്ളവരെ നോക്കിയേ വേണ്ട, ഞാനിവിടെ സനാന്റെ ഒപ്പം അഭിനയിക്കണുണ്ടെന്നും വേണ്ട. സന നോർമലി എന്താണോ, കാരണം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണേലും നല്ലത് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ്. അത് കാരണം ഞാൻ ഇനി ദേഷ്യപ്പെട്ടിട്ടോ ഇതാക്കിയിട്ടോ എനിക്ക് അവർ ഔട്ട് കിട്ടണമെന്നില്ല. സനാട്ട് പറഞ്ഞു സനാക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത് അത് ചെയ്താൽ മതി, വേറെ ഒന്നും ഭയങ്കര ടെൻഷനോ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പോ ആള് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആളെ തന്നെ ആയിട്ട് പോവാന്നുള്ള. ആദ്യത്തെ ഭയങ്കര ഇതായിരുന്നു. അയ്യോ ഞാൻ ഇങ്ങനെ ആദ്യം കൊറേ ടേക്ക് എടുത്ത് പിന്നെ എനിക്കൊരു ഇതായി, സന ചെയ്തോളും എന്നുള്ളൊരു ആ ഒരു സംഭവം കിട്ടി. പിന്നെ ഓക്കെ സന വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, സന എന്താ വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആള് ഇല്ലടാ ഞാൻ ഓക്കെയാണ്, ഞാൻ ചെയ്ത് നോക്കാം. പിന്നെ ആൾക്കൊരു മടി ഉണ്ടായി അടുത്ത ഷൂട്ട് എപ്പോഴാണെന്ന് ചോദിക്കാൻ, കാരണം ഇത്രയും തെറ്റിച്ചോണ്ടേ. ഞാൻ പറഞ്ഞു സന പേടിക്കണ്ട, നീ തന്നെയായിരിക്കും ഫുള്ള് നിക്കണത്, നിന്നെ ശരിയായില്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി റെഡിയാക്കി എടുത്തോളാം. പിന്നെ ആൾക്കൊരു ആ ഒരു കണക്ഷൻ വന്നു, ഓക്കെ സന അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ച് അവനോട് മനസ്സിലായി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ലൈക്ക് എന്തും പറയാന്നുള്ളൊരു ഇതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇനി അത് അഭിനയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഇല്ലടാ ഞാൻ ചെയ്തോളാം, ഞാൻ ഓക്കെയാണ്, നീ ഇങ്ങനെ പറഞ്ഞല്ലേ അത് മതി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത വീഡിയോ ഏതാ? അതായത് ഡെൻമാർക്കിന്റെ ഒട്ടുമിക്ക വീഡിയോസിലും സനാനെ ഞാൻ പൊട്ടിയാക്കണത്. ശരിക്കും പൊട്ടിയാണോ? ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിരിക്കും ഒട്ടുമിക്ക സാധനത്തിലും. ഗേൾ ഫ്രണ്ട്സ് അത് ചോദിക്കട്ടെ, പൊതുവെ ഗേൾസിന് പറയും ഗേൾസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യാത്തത്, പക്ഷെ സത്യത്തിൽ ഗേൾസ് അല്ലേ കമന്റ് ബോക്സിലായാലും. ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി എനിക്ക് ഞാൻ 10th വരെ മിക്സഡ് സ്കൂള് ഫുൾ മിക്സ്ഡ് ആണ്. 10th ഗേൾസ് ഇല്ല, ഒരു ക്ലാസ്സിൽ കൂടി വന്ന 4 ഗേൾസ് 5 ഗേൾസ് ഒക്കെ ഉണ്ടാവുള്ളൂ, കൂടുതൽ ആണുങ്ങളെ ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ പുറത്തപ്പോഴും എൻ്റെ ഉമ്മയൊക്കെ പറയായിരുന്നു ഫ്രണ്ട്സ് ഫീമെയിലിനെ നോക്കണം, ബാക്കിൽ നിന്ന് കുത്തും വിഷം ഒരിക്കും. പക്ഷെ ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് എന്താന്നറിയില്ല, ഫ്രണ്ട്ഷിപ്പിൽ എന്തോ എല്ലാരും അല്ല, പക്ഷെ റീസെന്റ് കുറച്ച് ഇതൊക്കെ പക്ഷെ എല്ലാരും അങ്ങനെയാണ് ഞാൻ പറയില്ല. ഒരു ഫീമെയിൽ ഫ്രണ്ട് പണി തന്നും പറഞ്ഞ എല്ലാരും അങ്ങനെയല്ല. എന്റെ ഇപ്പോ കറന്റ്ലി എനിക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ നൈസ് സപ്പോർട്ടാണ്. കമന്റ് ഒക്കെ കഥ പോലെ ഉണ്ടാക്കിയൊക്കെ എഴുതും. ഞാൻ ആക്ച്വലി ഒരു റേജ് ബേറ്റും കൂടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് സനാനെ പൊട്ടിയാക്കി കഴിഞ്ഞാല് മാക്സിമം ഷെയർ പോവും വീഡിയോക്ക്, സനാന്റെ ഗേൾസ് ഗാങ്ങിലേക്ക് മാക്സിമം ഷെയർ പോവും. അപ്പൊ ഞാൻ സനാനെ പൊട്ടിയാക്കി കഴിഞ്ഞാല് നമ്പർ ഓഫ് ഷെയർ നമ്പർ ഓഫ് വ്യൂസ് കൂടും. ആ ഒരു സാധനത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. 2 വീഡിയോ അങ്ങനെ പൊട്ടിയാക്കി കഴിഞ്ഞപ്പോ അത് കംപ്ലീറ്റ് വൈറലായി, 1 million അങ്ങനെയൊക്കെ ആയി. അപ്പൊ മനസ്സിലായി ഓക്കെ ഇതാണ് സ്ട്രാറ്റജി അതിന്റെ മനസ്സിലായത്. ഓരോ വീഡിയോ കഴിയുമ്പോൾ എന്റെ അടുത്ത് പറയടാ എന്തിനാണ് എന്നെ പൊട്ടിയാക്കണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഇഹ്സാൻ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള റീൽ ചെയ്ത് അപ്പൊ തന്നെ എന്റെ ഗേൾ ഫ്രണ്ട്സ് ഭയങ്കര ഇച്ചിരി പൊസസീവ് ആണ്. അപ്പൊ തന്നെ ഗേൾ ഫ്രണ്ടാ
അപ്പൊ ഞാനാരാ? ലൈക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. അത് കാണുമ്പോ ഇക്സാന്റെ ഫാൻസ് ഗേൾസ് ഒക്കെ വന്നിട്ട് പറയാറുണ്ടോ? DMs ഒക്കെ വരുമായിരിക്കും. DMs വരാറുണ്ടോ? പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിപാടുണ്ട്. ഓക്കെ, അങ്ങനെയല്ല, റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ കുറച്ച് ആരാധകർ വരാറുണ്ട്. കുറച്ച് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണേ? ഓരോ സ്ട്രെസ് വരുമ്പോ ഓരോ കമന്റ്സ് വായിക്കുന്നൊക്കെ എല്ലാരും സ്ഥിരം പരിപാടി എല്ലാരും അങ്ങനെ തന്നെയാ. ഓൾറെഡി ഇപ്പം സന ചെയ്യുന്ന പോലെ തന്നെ കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടോ? കാരണം എല്ലാവർക്കും ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ സിനിമയൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ബ്ലോഗ്സിലും ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾ ടീമിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? പക്ഷേ ഇല്ലേ, നമുക്ക് സത്യം പറഞ്ഞാൽ ആരെടുക്കണോന്ന് നമുക്കൊരു ഇതുണ്ടാവില്ല. അതായത് ഇപ്പൊ സനാന്റെ വീട്ടിൽ ഞാൻ പോയി സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന 100% എൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ്ലി നിൽക്കും. അതായത് ഒരു ഫെയിം കിട്ടി കഴിയുമ്പോൾ ആൾക്കാർ അവരുടെ ഇതിലേക്ക് പോകും. പിന്നെ നമ്മുടെ കൂടെ നമ്മൾ അത്യാവശ്യം ഇതാക്കി കൊണ്ടുവന്നിട്ട് അവരുടെ ആ ഒരു ഇതിലേക്ക് പോകും. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി അങ്ങനെ എങ്ങാനും പോയി കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു പാർട്ട്ണറിന് വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഓഡിയൻസിനെ ആപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവര് ഡെയിലി വീഡിയോസ് ചെയ്യുന്നതാണ്. നമ്മൾ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അത് ചിലപ്പോൾ ശ്രദ്ധിക്കൂല. ഈ വീഡിയോ നോർമൽ വീഡിയോ പോലെ അങ്ങനെ സ്കിപ്പ് ചെയ്തോളാം. ഞാനും സനയും ഒരു കോംബോ എന്നുള്ള രീതിക്കാണ് ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ ആലോചിച്ചേക്കണത്. അതേമാതിരി ഇനി മാറി മാറി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല രീതിക്ക് എഫക്റ്റ് ആവും. അതുകൊണ്ട് നോക്കാം, ഇനിയും ഉണ്ടല്ലോ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ട് കുറെ അത്യാവശ്യം പേരെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ റെഡി ആക്കുക, നോട്ട് ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്യാൻ എടുക്കുക എന്നുള്ളൊരു ഇതിൽ തന്നെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സെയിം വീഡിയോസ് ആണല്ലോ ഇപ്പൊ യൂട്യൂബിൽ ഇടുന്നത്. എന്തുകൊണ്ടാ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാത്തെ? പതുക്കെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ഓഡിയൻസിനെയൊക്കെ എങ്ങനെയുണ്ടൊക്കെ നോക്കിയിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് തുടങ്ങണം. ഞാൻ പണ്ടോട്ടേ ആഗ്രഹിച്ചതാണ് വ്ളോഗിങ്. കോവിഡ് ടൈമിലൊക്കെ വ്ളോഗിങ് തുടങ്ങാൻ, കോണ്ടന്റ് ക്രിയേഷൻ അതെ അന്നാണ്. അപ്പൊ അന്നോട്ടേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പാപ്പിങ്ങനെ ഇടക്ക് പറയും, നീയൊക്കെ അന്നേ ചെയ്തിരുന്നെങ്കി ഇപ്പൊ എന്തെങ്കിലൊക്കെ ആയേനെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ഓക്കെ ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ, ആയിക്കോട്ടെ എന്നുള്ളത്. വ്ളോഗിങ് സൂൺ വരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ടഫായിട്ട് തോന്നിയൊരു ഇമോഷൻ എന്താ? അഭിനയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏത് ഇമോഷനാണ് കൈകാര്യം ചെയ്യാൻ കുറച്ച് ടഫായിട്ട് തോന്നുന്നത്? റൊമാൻസ് ആണോ? ട്രൈ ചെയ്തിട്ടേ ഇല്ല. എന്താ ട്രൈ ചെയ്യാത്തെ? നമുക്കിപ്പോ ട്രൈ ചെയ്യിപ്പിക്കാം അല്ലെ? ട്രൈ ചെയ്യിപ്പിക്കാം. ഒരു ടാസ്ക് തരാം, നിങ്ങളത് എങ്ങനെ ചെയ്യും? നിങ്ങളുടെ റൊമാൻസ് സൈഡും കൂടെ ഞങ്ങൾ കാണാൻ വേണ്ടിട്ട്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും സിനിമയിലൊക്കെ വിളിക്കും, അടുത്ത നായകനായിട്ടൊക്കെ. പറയാൻ പറ്റില്ല, അങ്ങനെ എത്രയോ ആൾക്കാരെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. സോ സീൻ ഞാൻ തരാൻ വേണ്ടി പോവാ, ടൈം എടുത്തോ, കുഴപ്പമില്ല. അതായത് സനയിനോട് കുറേ വർഷമായിട്ട് സനൊരു പ്രണയമുണ്ട്, പക്ഷെ ഇതുവരെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു സമയത്ത് ഇത് പറഞ്ഞേ പറ്റൂ. ആള് നാട് വിട്ട് പോവാണ്. ഓക്കെ, അതായത് വേറൊരു കൺട്രിയിലേക്ക് പോവാണ്. അതിന് മുൻപ് ലാസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്യാണ്. പക്ഷെ ഈ ഇഷ്ടം പറഞ്ഞേ പറ്റൂ. ഇന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. സോ ആ പറയുന്ന രംഗമാണ്. നിങ്ങൾ ഒരുമിച്ച് ലാസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി, ബൈ പറയാൻ വേണ്ടി ഒരു കഫേയിൽ മീറ്റ് ചെയ്തു. സോ ഇതാണ് സന്ദർഭം. സോ ഒരു പ്രണയം തുറന്നത് പ്രപ്പോസൽ സീനാണ് നമുക്ക് വേണ്ടത്. ഡയലോഗൊക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തു. എന്താ സന വരാൻ പറഞ്ഞത്? വേറൊന്നുമില്ല, ഞാന് പോണേണ് അബ്രോഡ്. അപ്പൊ ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ട് സംസാരിക്കാന്ന് ഓർത്ത്. വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നിന്നോടാണ് പറയണ. വേറെ ആരോടും പറയാൻ തോന്നിയില്ല. വീട്ടുകാർക്കറിയാം, ഫ്രണ്ട്സിനോട് വരും. അപ്പൊ ഇത്ര നാള് നമ്മ ഒരുമിച്ചൊക്കെ നടന്നില്ലേ. സോ നീ തീരുമാനിച്ചെടുത്ത കാര്യമാണോ പോണത്? ആടാ, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് ഇവിടെ നിന്നിട്ടൊന്നും ശരിയാവണില്ല. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല സന. കാരണം എനിക്ക് ഇവിടെ ഉണ്ടായേക്കണത് ആകെ നീ മാത്രമാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തേക്കണത് നീ മാത്രമാണ്. ഇപ്പം നീയും കൂടി ഇല്ല എന്ന് പറയുമ്പോൾ ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടായി സനാട്ട. പക്ഷെ നീ എങ്ങനെ എടുക്കൂന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ് സന, നല്ല രീതിക്ക് ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. നീ ഇപ്പം ഈ പോണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഔട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റൂല സന.
സത്യമായിട്ടും എനിക്ക് ഇട്ടിട്ടൊന്നും പോണില്ല. അല്ല, പക്ഷെ നമ്മൾ ഡെയിലി ചായ കുടിക്കാൻ പോണതും എനിക്ക് എപ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് സനാന്നേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അതും ഇല്ലാന്ന് കേൾക്കുമ്പോ എനിക്ക് നല്ല എഫക്റ്റ് ആവുന്നുണ്ട് സന. അത് പറഞ്ഞിതാക്കാൻ എനിക്ക് എന്തായാലും പോയിട്ട് വാ സന, അത് ഉഷാറാവട്ടെ. എടാ നീ ഇങ്ങനെ എടാ ഞാൻ ഓക്കെയാണ്, എനിക്ക് പറ്റും, ഞാൻ ഓക്കെയാണ്. ഞാൻ ദേ കണ്ടില്ലേ, ഞാൻ ഉഷാറാണ്, അത് മാറിക്കോളത്. എന്തായാലും ഞാൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്യാ. എനിക്ക് നീ ഇത്ര നാളെന്റെ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടായി സന ഇപ്പൊ പറയണം? ആകെ നീ മാത്രം ഉണ്ടായുള്ളൂ സന, ഇനി നീയും കൂടി പോവോന്ന് ഓർത്തിട്ടാ ഞാൻ പറയാണ്ടിരുന്നത്. നിനക്ക് മനസ്സിലായില്ലേ? ഇത്ര നാളെ കൂടെ നടന്നിട്ട് എനിക്കും നിന്നെ ഇഷ്ടമായിരുന്നടാ. എനിക്കും നിന്നെ ഇഷ്ടമുണ്ടാ സന? നീ ആക്കാൻ വേണ്ടി ഇങ്ങനെ സീരിയസ്ലി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സന സത്യം പറ സന. സത്യം, ഐ സ്വെയർ. ടെക്സ്റ്റ് സന, ഗംഭീര പെർഫോമൻസ്. ഞാൻ സീരിയസ്ലി പറയട്ടെ, വേറൊന്നും പറയാനുണ്ടായില്ല. അത് കൊള്ളാം, നൈസായിട്ട് ഒഴിവാക്കിയില്ലേ. പക്ഷെ കൊറേ ഇന്റർവ്യൂസില് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. പ്രപ്പോസൽ സീൻ തന്നെ ഞാൻ കൊറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും ഗംഭീരായിട്ട് നിങ്ങൾ ചെയ്തു. സിനിമയൊക്കെ കാണില്ലേ, ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, കറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നല്ല കഴിവുള്ള രണ്ടാൾക്കാരാണ്. എത്രയും പെട്ടെന്ന് സിനിമയിൽ കിട്ടട്ടെ ഞാൻ വിഷ് ചെയ്യാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി റൊമാൻസ് പരിപാടിയും ട്രൈ ചെയ്യാം അല്ലേ? ഫ്രണ്ട്സും ഞെട്ടി, ഇവർ ഇത്ര റൊമാൻസ് ഒക്കെ കൈകാര്യം ചെയ്യും. കാരണം പെട്ടെന്ന് സ്പോട്ടിൽ കൊടുത്തതാണ്. നിങ്ങൾ രണ്ടുപേരും അത് ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ ഇത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ചിലപ്പോ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടി ഗംഭീരമായിട്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മള് വേറെ പ്ലാൻ ചെയ്തത് സ്പോട്ടില് വന്നതാണ്. അതാണ് ഡെയിലൊക്കെ ഡയലോഗ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കൂടെ കുറച്ച് കൂടുതൽ ഇടുന്ന ആളാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ടു അങ്ങനെ സാധനം. പക്ഷെ രസമായിരുന്നു. ഇപ്പഴേ ഇനി എന്തായാലും റൊമാൻസ് കാര്യം വീഡിയോസ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കണം. വെബ് സീരീസ് പോലെ ഓരോ സീരീസ് ഇറക്കും ഞങ്ങൾക്ക് വേണ്ടിട്ട്. എന്നോട് പറയണോന്ന്, ഞാൻ കൊറേ ഇങ്ങനെ റീൽസ് കണ്ടിട്ട് അങ്ങനത്തെ പെട്ടെന്ന് റീച്ച് പോകണം. അതേമാതിരി ഒരു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ. അതെ, ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി തലയിലിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണ്ടെന്ന് ഓർത്തിട്ട് ഇപ്പൊ പോണ പോലെ പോട്ടെ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഞാൻ വിചാരിച്ചിട്ടല്ല, എങ്ങനെയോ തുടങ്ങിയതാണ്. അപ്പൊ അതുവഴി തന്നെ പോട്ടെ എന്ന് ആലോചിച്ച്